ഞാൻ 2 ഇംഗ്ലീഷ് വാക്കുകൾ പറയട്ടെ. ഒന്ന് ടീച്ചർ, മറ്റൊന്ന് ട്യൂട്ടർ. ഈ 2 വാക്കുകളും സാധാരണ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, ടീച്ചർ ആൻഡ് ട്യൂട്ടർ. എന്നാൽ രണ്ടുപേരും പഠിപ്പിക്കുന്നവരാണ്. എന്നാൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ടീച്ചർ ബേസിക്കലി സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഉണ്ടാവുന്നതാണ്, പ്രധാനമായും സ്കൂളുകളിൽ. അങ്ങനെയുള്ളവരാണ് ടീച്ചർ എന്ന് പറയുക. ഏത് സബ്ജക്റ്റും ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നവരെ ടീച്ചർ എന്നാണ് പറയുക, ടീച്ചേഴ്സ്. ഈ ടീച്ചേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്കൂള് അവരെ അപ്പോയിൻ്റ് ചെയ്യുന്നു. അതിന് നിയതമായ ചില ക്വാളിഫിക്കേഷൻസ് വേണം. അവർക്ക് പഠിപ്പിക്കാനായിട്ട് വ്യക്തമായ ഒരു സിലബസ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ആ സിലബസിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു പ്രത്യേക കാലയളവിനുള്ളിൽ ഒരു പ്രത്യേക നിലവാരത്തിലുള്ള കുട്ടിയെ, അത് ഏതെങ്കിലും സ്റ്റാൻഡേർഡിലുള്ള കുട്ടിയെ ഒരു ക്ലാസ്സിന് പഠിപ്പിക്കാനുള്ള ഒരു മാൻഡേറ്റാണ് അവർക്കുള്ളത്, ടീച്ചേഴ്സിനുള്ളത്. അപ്പോൾ പലപ്പോഴും ഒരു ക്ലാസ് റൂമിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉള്ള ഒരു ക്ലാസ് റൂമിൽ ഒരു പ്രത്യേക സബ്ജക്റ്റ് ഇത്ര സമയം കൊണ്ട് പഠിപ്പിച്ച് തീർക്കുക എന്ന ഉത്തരവാദിത്തമുള്ള ഒരു നിയതമായ ക്വാളിഫിക്കേഷൻ, എന്താ പറയുക, അവർക്ക് ക്വാളിഫിക്കേഷനുള്ള ടീച്ചേഴ്സിനെ ഒരു സ്ഥാപനം അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള, പ്രത്യേകിച്ച് സ്കൂളുകൾ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള പഠിപ്പിക്കുന്ന ഉദ്യോഗസ്ഥരെയാണ് ടീച്ചേഴ്സ് എന്ന് പറയുക, ടീച്ചർ. ഈ ട്യൂട്ടർ ഒരല്പം കൂടി വ്യത്യസ്തമായ രീതിയിലാണ്. അത് പ്രൈവറ്റ് ടീമാണ്. ഒരു ടീച്ചറെ പോലെ ഒരു ക്ലാസ് റൂമിൽ ക്ലാസ് റൂമിൽ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാതിരിക്കില്ല പലപ്പോഴും ചെയ്യുക. ട്യൂട്ടറിംഗ് എന്ന് ഉദ്ദേശിക്കുക 1-to-1 ടീച്ചിങ് ആണ്. ഒരു സ്റ്റുഡൻറ്റിനെ മേ ബി 1-2 സ്റ്റുഡൻസിനെ, അതിൽ കൂടുതലാവാറില്ല, സ്റ്റുഡൻസിനെ അവർക്ക് വേണ്ടുന്ന രീതിയിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചില സബ്ജക്ട്സുകൾ കുട്ടികൾക്ക് മനസ്സിലായില്ല എങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സമയമെടുത്ത് മനസ്സിലാകുന്നത് പോലെ പേഴ്സണൽ ട്രെയിനിങ് കൊടുക്കുന്നതിനെയാണ് ട്യൂട്ടറിംഗ് എന്ന് പറയുക, ട്യൂട്ടർ. ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു നിയതമായ സെറ്റ് ഓഫ് സബ്ജക്റ്റ് ഇത്ര സമയത്തിനുള്ളിൽ പഠിപ്പിച്ചിരിക്കണം എന്നൊന്നും നിർബന്ധം ഉണ്ടാവില്ല. കുട്ടികൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അങ്ങനെ അവരെ നോർമൽ സ്കൂളിങ്ങിൻ്റെ ലെവലിലേക്ക് പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ട്യൂട്ടറിങ് കൊണ്ട് ഉദ്ദേശിക്കുക. പലപ്പോഴും ഇതിനൊരു ക്വാളിഫിക്കേഷൻ നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ക്വാളിഫിക്കേഷൻ നിർബന്ധമാവാറില്ല. കാരണം ട്യൂട്ടേഴ്സിനെ സാധാരണ അപ്പോയിൻ്റ് ചെയ്യുക ട്യൂഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ട്യൂഷൻ കൊടുക്കുന്നവരാണ് ട്യൂട്ടേഴ്സ് എന്ന് പറയുക. അപ്പോൾ ട്യൂഷൻ അങ്ങനെ പേരൻസ് നിശ്ചയിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ. അടുത്തുള്ളവർ അല്ലെങ്കിൽ മറ്റൊരു സബ്ജക്റ്റ് പഠിച്ചതായാലും വേണ്ടില്ല, പഠിച്ച ഒരാൾ, കുട്ടികളെ കെയർ കൊടുക്കാൻ പറ്റുന്ന ഒരാൾ എന്നതൊക്കെയാണ്. സോ ബേസിക് ഡിഫറൻസ് എന്ന് രണ്ടുപേരും പഠിപ്പിക്കുകയാണെങ്കിലും ഒന്ന് ഒരു ഫോർമൽ സീനാണ് ടീച്ചർ, മറ്റൊന്ന് ഒരു ഇൻഫോർമൽ സിറ്റുവേഷനാണ് ട്യൂട്ടർ. ഇംഗ്ലീഷ് ഭാഷ ഇങ്ങനെയാണ്, ഒരുപോലെ എന്ന അർത്ഥം തോന്നുന്ന ഒന്നിലധികം വാക്കുകൾ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും. ഇതിൻ്റെയൊക്കെ അർത്ഥം കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ നമ്മളുടെ ഭാഷ ശുദ്ധമാകും, സംസാരം കൃത്യമാകും. ഇതുപോലുള്ള ധാരാളം വാക്കുകൾ ഇനിയും ഞങ്ങൾ തേടിപ്പിടിച്ച് കൊണ്ടുവരുന്നുണ്ട്. നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ധാരാളം ഇതുപോലത്തെ വാക്കുകളുടെ അർത്ഥവ്യത്യാസങ്ങൾ കൊടുത്തിട്ടുണ്ട്, കാണാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് ചങ്ങാതിമാർക്ക് പകർന്നു കൊടുക്കുക. അടുത്ത ഇതുപോലുള്ള 2 വാക്കുകളുടെ അർത്ഥവുമായി കാണുന്നത് വരെ ബൈ.